അന്ന് ഞാൻ പാസ്പോർട്ട് മടക്കി വെച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ ഈ പാസ്പോർട്ട് തുറക്കുന്നുണ്ടെങ്കിൽ പടത്തിന് വേണ്ടിയിട്ട് തുറക്കത്തുള്ളൂ. അയ്യോ, അതെന്തൊരു ചോദ്യം. ഞങ്ങള് കടലും കടന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് നിങ്ങൾ പടം കാണുക. വാഴയായിട്ട് ജീവിച്ചാൽ ഞങ്ങളില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവരെ കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഇവര് തന്നെ സ്വന്തമായിട്ട് സിനിമ പിടിച്ചു വരും. വഴി വെട്ടിത്തെളിച്ച് അവർ വരും. നമ്മളായിട്ട് ആരെയും കൊണ്ടുവരേണ്ടതായിരുന്നു. സിജു എന്നുള്ള പേജാണ് പ്രിയ മഞ്ജു അങ്ങനെ പേജ് നല്ല. അല്ലല്ല, അതിപ്പം നിങ്ങൾ അത് പ്രോയൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ അങ്ങനല്ല. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ആവശ്യമാണല്ലോ അത്. തിരിച്ചറിയുന്നതും സെൽഫി എടുക്കുന്നതും എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നില്ല. എനിക്ക് എപ്പോഴും എൻ്റെ ഫേസ് ഫോണിൽ നിന്ന് സംസാരിക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കറങ്ങാനാണ് താല്പര്യം. ഞാൻ ഇതുവരെ കോപ്പി അടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ബിറ്റ് വെച്ചിട്ടില്ല. എല്ലാം പോകും. നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഇതിലും ഭേദം വാഴ വെച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇവനൊക്കെ എന്ത് വാഴയാണെന്ന്. വാഴ എന്ന് പറയുന്നത് എപ്പോഴും ഒരു തിരസ്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ പേരായിട്ട് തോന്നാറുണ്ട്. അത്തരത്തിലൊരു പേരെടുത്ത് ആ പേരൊരു സിനിമയ്ക്കിട്ട് ആ സിനിമ സക്സസ് ആയി ആ വാഴയിൽ തലേ ചുമന്ന് ഇവർ ദുബായിലെത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം വാഴ. സ്വാഗതം ചെയ്യാം. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ട മുഖങ്ങളാണ്, എല്ലാവരെയും അറിയുകയും ചെയ്യാം. അനു, സാഫ്, അമിത്, പിന്നെ ഡയറക്ടർ സാറ് വിപിൻ ആൻഡ് സിജു ജോമൻ. അപ്പോൾ ആദ്യം ചോദ്യം തന്നെ ഡയറക്ടറിൻ്റെ അടുത്തേക്ക് കേട്ടോ. മുത്തുകു എന്ന സിനിമയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അതൊരു കോമഡി ജോണറിലുള്ള ചിത്രമാണ്. അതിനുശേഷം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു ജോണറിലുള്ള സിനിമ ചെയ്തു. വീണ്ടും കോമഡിയിലേക്ക് വരുന്നു. പൊതുവെ എഴുത്തുകാർ പറയുമ്പോൾ പേനയാണ് എൻ്റെ ആയുധം, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. അത് കോമഡി ആണെന്നുള്ള സിനിമയല്ല. എനിക്കൊന്നും അങ്ങനെ ഒരു കോമഡി സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഗുരുവായൂരമ്പലനടയിലായിരിക്കും കോമഡി ഫോക്കസ് ചെയ്ത സിനിമ. നമ്മൾ സീരിയസ് ആയിട്ട് നാട്ടുകാർ കോമഡി ആക്കണം. നാട്ടുകാർക്ക് അത് ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു സർക്കാസ്റ്റിക് സിനിമയാണ്. അത് കണ്ടിട്ട് ചിരിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം അത് ജയ ആണെങ്കിലും വാഴയാണെങ്കിലും കണ്ടിട്ട് ചിരിക്കാത്തവരുണ്ട്, കണ്ട് ഇമോഷണൽ ആയവരുണ്ട്, എന്നാൽ അതിനകത്തുള്ള കോമഡി മനസ്സിലായവരുണ്ട്. അപ്പോൾ അതൊരു സർക്കാസ്റ്റിക് സ്പേസ് ആണ്. അപ്പോൾ അതൊരു കോമഡി ആയിട്ട് എഴുതുന്നതല്ല. അത് നമുക്ക് ഇന്നത് കോമഡി ആയിട്ട് തോന്നുന്നതാണ്. ഒരു 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് കോമഡി ആയിരിക്കില്ല. ഈ സർക്കാസം എന്ന് പറഞ്ഞ സാധനം നമ്മളത് റിലേറ്റ് ചെയ്തില്ലെങ്കിൽ പാളിപ്പോൾ ഭയങ്കര റിസ്ക് ഉള്ള സാധനമല്ല. റിസ്ക് ചിലപ്പോൾ നമ്മുടെ രീതി അതുകൊണ്ടായിരിക്കും എനിക്കത് പ്രശ്നം. എനിക്കത് കുറച്ച് ഈസിയാണ്. ഇപ്പോൾ ഗുരുവായൂരമ്പലനടയിലും ചെയ്യാൻ പാടുള്ള പടം, ഇത് രണ്ടും എനിക്ക് അത്രയും പാടുള്ളതല്ല. അപ്പോൾ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ രീതിയൊക്കെ കൊണ്ടായിരിക്കാം. അന്താക്ഷരി പക്ക ഒരു ത്രില്ലർ മൂവി കൊണ്ടല്ലേ. അപ്പം നമുക്ക് അതിനകത്തൊരു ഇമോഷണൽ ബോണ്ട് വേണമെന്നില്ല അതിനകത്ത് സിനിമ ചെയ്യണം. അതിനകത്തൊരു ഫിലിം മേക്കർ ഉണ്ടായിരുന്നാൽ മതി. അത് ആ ഫിലിം മേക്കറാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പം എഴുത്തുകാരനുമാണ് പണം മുടക്കിയിട്ടുണ്ട്. അതായത് മറ്റേ പൊതുവെ പറഞ്ഞ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയും പോലെ വലിയ കാശ് അപ്പം എൻ്റെ ഞാൻ ഇങ്ങനെ പൈസ മുടക്കി. അപ്പം അമിത്തിലേക്കുള്ള ഡയറക്ടർ പേര് അമിത് അല്ലേ? ആനന്ദിലേക്കുള്ളൊരു യാത്ര ഉണ്ടല്ലോ. അസിസ്റ്റന്റ് ഡയറക്ടർ ആണോ പഴയത്? അല്ലല്ല, ആനന്ദ് എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ ഗവൺമെൻറ് ചെയ്ത ആളാണ്. അപ്പം എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയപ്പോൾ എൻ്റെ ആദ്യത്തെ തീരുമാനം, ഇപ്പം ഞാൻ ഞാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ പോലത്തെ ഒരു സ്ട്രാറ്റജിയുള്ള സിനിമ തന്നെയാണ് വാഴ. അപ്പോൾ രണ്ടും ഒരേ മൂഡിലുള്ള പടം ഞാൻ ചെയ്യുന്നില്ലെന്ന് ഓൾറെഡി തീരുമാനിച്ചു. അപ്പം പ്രൊഡക്ഷൻ ഹൗസ് WBTs തുടങ്ങുമ്പോൾ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴൊക്കെ മുൻപ് കഴിഞ്ഞിട്ട് ഒരു 5-6 വർഷം പാളി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പടം ചെയ്തിട്ട് പിന്നെ രണ്ടാമതൊരു അവസരം കിട്ടാതെ അത്യാവശ്യം ടാലൻറ്റഡ് ആയിട്ട് ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ആനന്ദുണ്ടായിരുന്നു. ഒരു 3-4 രഥം ആ സമയം മുതൽ എനിക്ക് പുള്ളി അറിയാം. അപ്പോൾ അതുകൊണ്ട് ആനന്ദിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ആനന്ദ് ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചിട്ടാണ് ആ സിനിമ ആനന്ദിലോട്ട് എത്തുന്നത്. വിപിൻ്റെ തോളിലേറെ നല്ല കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. ഒരു വർഷം 200-ൽ കൂടുതൽ മലയാള, ഒരു വർഷം 6 മാസം അത്ര ഇറങ്ങിയിട്ടുണ്ട്. അപ്പം 400-ൻ്റെ അടുത്തൊക്കെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഒരു സംവിധായകനോ തിരക്കഥാകൃത്തോ എന്തായിരിക്കും അവരുടെ സർവൈവിങ് പാത്ത് എന്ന് പറയുന്നത്? സിനിമ മസ്റ്റ് വാച്ച് ആക്കി മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ജീവിതമാർഗം കൂടെയാണല്ലോ. ജീവിതമാർഗമായിട്ടാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ സിനിമ വർക്കാവാൻ പോകുന്നില്ല. സിനിമ നമുക്ക് എന്താ പറയുക, ഒരു തൊഴിലായിട്ട് കാണണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം അത് സിനിമയിൽ എന്ത് കാര്യവും ഇപ്പോഴത്തെ ഒരു പ്രൊഫഷൻ രീതി വെച്ചിട്ട് എല്ലാത്തിലും ബെസ്റ്റ് ഡെലിവറി ചെയ്തില്ലെങ്കിൽ ആളുകൾ പുറകിലോട്ട് പോകും. അതിപ്പോൾ സിനിമയിൽ മാത്രമല്ല, മീഡിയയിലാണെങ്കിലും ഇപ്പോൾ ക്രിക്കറ്റിലാണെങ്കിലും ഏത് ഫീൽഡിലെടുത്താലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 10 പേർക്കേ സർവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം ഒരു ഫൈനൽ 11-ൽ മാത്രമേ ഇപ്പോൾ നിൽക്കുന്നുള്ളൂ സിനിമയാണ് എന്ത് ഫീൽഡിലും. അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് എത്തണമെങ്കിൽ പണിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ജീവിതമാർഗത്തിനേക്കാൾ കൂടുതൽ അത് സർവൈവലാണ്. അങ്ങനത്തെ ഒരു സ്പേസിലാണ് ഇപ്പം മനുഷ്യൻ്റെ ഒരു പോക്ക്. അപ്പോൾ ആ സ്പേസിലോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് സിനിമ ചെയ്യുന്നതിൻ്റെ ഭാഗം. ഒരു പഴയ കാലഘട്ടത്തിൽ നിസാർ സാറ് അല്ലെങ്കിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരെ വെച്ച് സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു കാലഘട്ടം വരെ നിലനിന്ന് പോയിട്ടുണ്ട്.
പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവരെല്ലാം സോഷ്യൽ മീഡിയയിൽ എല്ലാ മുഖങ്ങൾ കണ്ടു, ഇവരുടെ മുഖങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരുടെയും സർവൈവിങ് എങ്ങനെയായിരിക്കും? അല്ല, ഞാൻ നമ്മൾ ഇപ്പം നിസാറിനൊക്കെ കോട്ട് ചെയ്ത് പറഞ്ഞു. അപ്പം ആ ഒരു സമയത്ത് അങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നതെല്ലാം ഇപ്പം മിമിക്സ് പരേഡ് പോലത്തെ സിനിമകളൊക്കെ അവർ കോമഡി മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ വാഴയാണെങ്കിലും ഇപ്പോൾ ജയ ആണെങ്കിലും നമ്മൾ ചെയ്ത ഈ ജോണറുള്ള സിനിമകളിലൊക്കെ കോമഡി മാത്രമല്ല, അതിനകത്ത് ഫാമിലി ഉണ്ട്, അതിനകത്തൊരു കണ്ടന്റ് ഉണ്ട്, ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ ഇവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കോമഡി മാത്രമല്ല ഹാൻഡിൽ ചെയ്തിരിക്കും, ഇവരെല്ലാം ഇമോഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സീനിയർ നടന്മാരുടെ ഒപ്പത്തിനൊപ്പം നിന്ന് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ടാലൻറ്റഡ് ആക്ടേഴ്സാണെന്ന് അവർ പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വെറും കോമഡി സിനിമയാണെന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നൊരു സിനിമയിലല്ല ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സക്സസ് കാണിക്കുന്നതും അവർക്ക് ഇപ്പോൾ വരുന്ന പുതിയ ഓഫറുകൾ കാണിക്കുന്നതും അവർ ആസ് എ ആക്ടർ അവർ വേറെ ലെവലിലോട്ട് പോയെന്നാണ്. ആ ഒരു റീൽസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് മാറി ഒരു ആക്ടറായി മാറി എന്നുള്ളതാണ് അവർ. ഇത് 2 സിനിമകളിൽ നിങ്ങളെ എടുത്തു വെച്ചിട്ട് നിങ്ങളെ അഴിച്ചു വിടുകയാണ്, മക്കളെ പൊക്കോ ഇനിയൊക്കെ പൊക്കോ. അപ്പോൾ അടുത്ത സിനിമയിൽ ഇവർ വാഴ 2 ഇവർ തന്നെ ആയിരിക്കുമല്ലോ. ഇവരെല്ലാവരും ഉണ്ട്. അപ്പം അഴിച്ചുവിടുക എന്നുള്ളതല്ല, ബേസിക്കലി അവരുടെ ടാലന്റ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഹൈലൈറ്റ്. ഇനി ഇവരോട് ചോദിക്കാം, നിങ്ങൾ 2 സഹോദരങ്ങളാണ്. ഫസ്റ്റ് സിനിമ ഇതല്ലല്ലോ? ഏതാ ഫസ്റ്റ് സിനിമ? ഫസ്റ്റ് ഫിലിം നമ്മൾ ടിക്കിറ്റാക്കിയാണ്, ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. രോഹിത് ചേട്ടനാണ് ആദ്യമായിട്ട് നമ്മളെ സിനിമയിലേക്ക് വിളിക്കുന്നത്, ഒരുമിച്ച് തന്നെ വിളിച്ചത്. ടിക്കിറ്റാക്കാം ആസിഫ് അലീനെ വെച്ചിട്ട്. അപ്പോൾ അത് ഷൂട്ട് ഇപ്പോൾ പുള്ളിക്ക് അതെ പുള്ളിക്ക് കാല് ഇഞ്ചുറി ആയ കാരണം മുടങ്ങി കിടക്കാണ് പടം. അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അരുൺ ഡി ജോസ് നമ്മൾ 18+ വിളിച്ചത്. അത് നമ്മൾ ഒരുമിച്ചാണ് വിളിച്ചത്. 18+ ഷൂട്ട് കഴിഞ്ഞ സമയത്താണ് വിപിൻ ചേട്ടൻ ഗുരുവായൂർ അമ്പലങ്ങളിൽ വിളിക്കുന്നത്. എത്ര കണ്ടന്റ് നിങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്? 200 മുകളിലൊക്കെ കണ്ടന്റ് ഇട്ടിട്ടുണ്ടോ? കുറവാണ് തോന്നുന്നു. നമ്മൾ ചെയ്തങ്ങനെ സെറ്റായി വന്നപ്പോഴത്തേക്കും സിനിമയിൽ വിളിച്ചു. പോയിട്ടുണ്ടോ? ചാൻസ് ചോദിച്ചു പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. സിനിമ ഒരിക്കലും ഡ്രീം ചെയ്തിട്ടില്ല. എവിടെയോ നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ ഒരു ആഗ്രഹം ഉണ്ടെന്നല്ലാതെ സിനിമ ഡ്രീം ചെയ്യാതെ എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടന്റ് ഇടാൻ തുടങ്ങിയത്? റിലേറ്റഡ് ടു സിനിമയല്ലോ, ഓരോ മറ്റേ പണ്ടാബിയുടെ ക്യാരക്ടർ പോലത്തെ അതിലുള്ള താത്ത പരിപാടിയൊക്കെ. അപ്പോൾ അത് എടുക്കാൻ കാരണം എന്താ? അതൊരു ഒരു സൊസൈറ്റീനെ മലബാർ ഏരിയയിലുള്ള ഒരു ഇത്താനെ റെപ്രസെന്റ് ചെയ്യണം. അങ്ങനത്തെ ആൾക്കാർ കുറേ ഉണ്ട്. അനാവശ്യമായിട്ട് ഇല്ല നമ്മുടെ വീട്ടിൽ മുത്തുമാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ പേടിയാണ്. അവർ സംസാരിക്കുമ്പോഴൊക്കെ ഇവർ നമ്മളെ കളിയാക്കും, ഇവർ നമ്മളെ വെച്ച് കണ്ടന്റ് ചെയ്യുന്നൊക്കെ ഒരു സംസാരമൊക്കെ വരും. അപ്പോൾ അതൊക്കെ റെപ്രസെന്റ് ചെയ്ത ഒരു കുറച്ച് മെസ്സേജസ് ഒക്കെ കൊടുത്തുള്ള ഒരു സാധനമാണ് ഉദ്ദേശിച്ചത്. രണ്ടുപേരും കൂടെ അല്ല അങ്ങനൊന്നുമില്ല, ഒരുമിച്ച് അങ്ങ് ചെയ്യും. കോണ്ടന്റ് കിട്ടിയാൽ പിന്നെ അത് ഓൺ ദ സ്പോട്ടിൽ ഡെവലപ്പ് ചെയ്ത് അങ്ങനത്തെ പരിപാടിയാണ്. വരുമാനം വന്നു തുടങ്ങിയായിരുന്നു യൂട്യൂബിൽ നിന്ന്? വന്നിരുന്നു. അങ്ങനെയായിരുന്നു നമ്മളെ. ഇനി അത് കണ്ടിന്യൂ ചെയ്യുമോ? ഇല്ല, ഇനിയിപ്പോൾ അത് പറ്റൂല. ഇനിയിപ്പോൾ സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. കാരണം നമുക്കൊരു അപ്ഡേഷൻ കിട്ടി, നമ്മളൊരു സിനിമ എന്നുള്ളൊരു ഇതിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനാണ് ആഗ്രഹം. ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന പരിപാടി എങ്ങനെയായിരുന്നു? ഞാൻ കൊച്ചിലെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. സിനിമ ആ സീരിയൽ ചെയ്തിട്ടുണ്ട്. ബെൻ ജോൺസൺ, ആണ്ടവൻ എന്നുള്ള സിനിമകളിലെല്ലാം മണിച്ചന്റെ കുട്ടിക്കാലം. അല്ല പുത്തിരിയല്ലെന്നില്ല, ഉണ്ടായിരുന്നു. ചോദിച്ച ചോദ്യത്തിന് അങ്ങനെ ചെയ്തിട്ടുണ്ട്, പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ചാൻസ് ചോദിച്ച് കിട്ടിയതാണോ അല്ലാതെ നിങ്ങളല്ലാതെ മേടിച്ചാണോ? ഇത് ചാൻസ് ചോദിക്കേണ്ടടുത്ത് ചോദിക്കും, നമ്മൾ ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. ഒരുപാട് ചോദിക്കാറുണ്ട്. ഇല്ലേ? എനിക്ക് ഇത് 2017 മുതൽ അറിയാം. അല്ല, സ്ഥിരമായിട്ട് വിളിക്കാം, നമുക്ക് അറിയാം, വർഷങ്ങളായിട്ട് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് അറിയാം. കാണുമ്പോൾ ചെറുപ്പമുള്ള പ്രായം ഉണ്ടല്ലേ? എനിക്ക് പ്രായമുണ്ട്. ഇല്ലല്ലോ, നമ്മള് അവസരങ്ങൾ ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, ഉറപ്പായിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പം നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന്റെ ബാക്കി പത്രമായിട്ട് ചോദിക്കാം. സിനിമ എത്രമാത്രം പുതിയ തലമുറയ്ക്ക് സീരിയസ് ആവണം ഒരു നടൻ എന്ന രീതിയിൽ? അയ്യോ, അതെന്തൊരു ചോദ്യം! സിനിമയായിട്ട് ബന്ധം? സിനിമയായിട്ട് പിന്നെ നടൻ ഒരു നടൻ എന്ന രീതിയിൽ എത്രമാത്രം പ്രോമിസിങ് ആയിരിക്കണം ഒരു നടൻ? സിനിമകളും എല്ലാവർക്കും അത് വർക്കാവണം. ഇത് തൊഴിലായിട്ട് സ്വീകരിക്കാൻ, തൊഴിലായിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഡിപ്രഷൻ ഉണ്ടല്ലോ. അത് എല്ലാവർക്കും കഴിവുകളുണ്ടല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള പരിപാടി ഇതാണ്. അപ്പം നമുക്ക് അതിലെങ്ങനെയെങ്കിലും സ്ട്രൈവ് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. വാഴയിലേക്ക് വന്നപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട്? വാഴയിൽ വന്നപ്പോഴത്തേക്കുള്ള എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും നമുക്കെല്ലാം നേരത്തെ അറിയാമെങ്കിൽ പോലും ഇത് കളക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് എൻഡും എല്ലാം വർക്ക് ചെയ്ത എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അറിയാം, പരിചയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു കംഫർട്ട് സ്പേസും ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആ ഒരു സാധനം വേറെ എവിടെയെങ്കിലും സെറ്റിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് കുറച്ച് കുറവായിരിക്കാം. സിജു ഇതേപോലെ സോഷ്യൽ മീഡിയ താരമായിട്ട് വന്നതാണ്. ആദ്യത്തെ എന്തുകൊണ്ടാണ് ഇത്തരം കണ്ടന്റ് ചെയ്യാൻ തുടങ്ങിയത്? എനിക്ക് സിനിമയിൽ കയറാൻ വേണ്ടി മാത്രം റീൽസ് ചെയ്ത ഒരാളാണ്. കാരണം വേറെ ഓപ്ഷനുകളൊന്നും ഇല്ലായിരുന്നു. കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ, എനിക്കറിയത്തില്ലായിരുന്നു, എനിക്ക് എഡിറ്റിംഗ് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പം ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് എങ്ങനെ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. ഞാനങ്ങനെ ചെറിയ രീതിയിൽ ചെയ്ത് തുടങ്ങിയെന്നാണ് കോവിഡ് സമയത്ത്.
പിന്നെ ഒരു വീഡിയോ ഇട്ട് തുടങ്ങി. ഒരെണ്ണം ഇട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് ചെറുതായിട്ടൊക്കെ ഇൻഷോട്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബൊക്കെ നോക്കി ഇതെങ്ങനെ എവിടെ കൊണ്ടത് മുറിക്കേണ്ടത് ഒന്നും അറിയത്തില്ല. അങ്ങനെ പയ്യെ പയ്യെ തുടങ്ങിയതാണ്. ഏതായിരുന്നു, ഏത് മാധ്യമത്തിലൂടെ? യൂട്യൂബ് ആയിരുന്നോ, ടിക്ടോക്ക് ആയിരുന്നോ? അല്ലല്ല, ഞാൻ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്. യൂട്യൂബ് ചെയ്തിട്ടില്ല? ഇല്ലില്ല, യൂട്യൂബിൽ കൊണ്ടിടുന്ന അവിടെ ആരും കാണത്തൊന്നും. വരുമാനം വന്നു തുടങ്ങിയില്ല? ഇല്ല, എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇത് പലയിടത്തും പണ്ടൊക്കെ ഈ ചാൻസ് ചോദിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു CD കാസറ്റ് ഒക്കെ കാണും, അല്ലെങ്കിൽ കുറെ ഫോട്ടോസ് ഒക്കെ കാണും. അപ്പോൾ നിങ്ങൾ ചാൻസ് ചോദിക്കാൻ പോകുമ്പോൾ ഈ യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഇതാണ്, അങ്ങനെയാണോ? എൻ്റെ പരിപാടി എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 2 മണിക്ക് ശേഷം ഓൺലൈനിൽ എടുക്കും, എന്നിട്ട് ഫേസ്ബുക്കിൽ നോക്കും ഏതൊക്കെ ഡയറക്ടർ അന്ന് പച്ച ഇൻസ്റ്റാ മെസ്സഞ്ചറിൽ ഈ പച്ച ലൈറ്റ് കത്തി കിടക്കും. അപ്പോൾ ഈ സമയത്ത് എന്തായാലും ഇവർക്ക് അധികം മെസ്സേജ് വരാൻ സാധ്യതയില്ല. ആ സമയത്താണ് ഞാൻ സാർ മൈ നെയിം ഈസ് സിജു സിജു എന്നുള്ള പേജാണ് പ്രിയ മഞ്ജു അങ്ങനെയുള്ള പേജ്? അല്ലല്ല, അതിപ്പം നിങ്ങൾ അന്ന് അത് പ്രോയൊക്കെ ചെയ്യുന്നതല്ലേ, നമ്മൾ അങ്ങനല്ല, നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ആവശ്യമാണല്ലോ അത്. അപ്പോൾ നമ്മൾ അതിനകത്ത് നോക്കിയിട്ട് എൻ്റെ പേര് സിജു എന്നാണ്, ഞാൻ ഇന്ന വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റയുടെയൊക്കെ ഐഡിയ ഒക്കെ വെച്ച് ചിലർ റിപ്ലൈ ചെയ്യും, ചിലത് കാണാറില്ല. അങ്ങനെ പണ്ട് തൊട്ടേ ഇപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോഴും വിപിൻ ചേട്ടൻ്റെ അടുത്ത പരിപാടിക്കകത്ത് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. വിപിൻ ചേട്ടനിലേക്ക് എങ്ങനെ എത്തിയത്? വിപിൻ ചേട്ടനിലെത്തിയത് ഞാൻ മുദ്ദുക കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അന്ത സമയത്ത് ഞാൻ ഇപ്പോഴും പറയും, അന്ന സമയത്ത് മുദ്ദുക പടം മൊത്തത്തിൽ എനിക്ക് ഭയങ്കര എന്തോ വേറൊരു വേൾഡ്, ഒരു എന്താ യൂറിനറി ബാഗ് പിടിച്ചു കിടക്കുന്ന ഒരു ഡോണ്, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര പരിപാടി. അന്ന് ഞാൻ വിപിൻ ചേട്ടൻ്റെ മെസ്സഞ്ചറിൽ ഞാൻ കഴിഞ്ഞ ദിവസം സ്ക്രീൻഷോട്ട് വെച്ചെടുത്തു. അന്ന് തൊട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ പറയണേ. പക്ഷേ എന്തോ കറങ്ങി തിരിഞ്ഞ് അവസാനം വന്നപ്പോൾ ഗുരുവായൂർ വന്നപ്പോൾ വിപിൻ ചേട്ടൻ നമ്മളെ വിളിച്ചത് മറ്റൊന്നും കൊണ്ടൊന്നല്ല, നമ്മൾ വാഴ പണ്ട് ചെയ്യാൻ നേരത്തെ വിളിച്ചിരുന്നു. ഒരുപാട് തവണ പ്ലാനിങ്. അന്ന് ഏതൊരു ചെറിയ റോളിന് ഏതൊരു പരിപാടിക്ക് വിളിച്ചിരുന്ന അശ്വിൻ റോൾ ചെയ്ത റോള്. പക്ഷേ നമ്മൾ വീഡിയോസുകൾ കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അത് നിങ്ങളല്ല ഓൺ കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണല്ലോ. ഓൺ കണ്ടന്റ് ചെയ്ത് നിങ്ങൾ തന്നെ ക്യാമറ വെച്ച് നിങ്ങൾ തന്നെ ആക്ഷൻ പറയും, നിങ്ങൾ തന്നെ വിളിക്കും. ഒരു സംവിധായകൻ്റെ അടുത്തേക്ക് വരുമ്പം എത്രമാത്രമാണ് അത്? ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാനൊരു ഇവിടുത്തെ ഒരു വലിയ യൂട്യൂബർ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഫ്രെയിമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പറയും പുള്ളിക്കാരി ആക്ഷൻ. അപ്പം ഞാൻ ചേട്ടാ ഞാനൊരു ഞാൻ പറഞ്ഞോ, ആ സാധനം വന്നിട്ടുണ്ടോ? ഇല്ലില്ല, അങ്ങനെ എന്തിനാ പറഞ്ഞത്? അത് രണ്ട് മീഡിയ അല്ലേ, അത് നമ്മുടെ ഫോണിൽ അത് അവിടെ അതിനൊരു ലിമിറ്റും ഇല്ല. ഞാനിപ്പോൾ റീൽസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓവറായിട്ട് ചെയ്യും, ഞാനത് എന്നെ ഓക്കെ ആക്കാം, ഇത് ഓക്കെ പക്ഷേ ഒരു ഡയറക്ടർ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ മനസ്സിൽ വ്യക്തമായ ധാരണയുണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണല്ലോ ഡയറക്ടർ. സംവിധായകൻ്റെ മീറ്ററിലേക്ക് ഇതൊരു പുള്ളി പറയുമല്ലോ, ഇത്രയും മതി, ഇത്രയും പൊങ്ങണ്ട, ഇത്രയും താഴെ. അത് തീർച്ചയായും സംവിധായകൻ്റെ മീറ്ററിലേക്ക് എത്ര ടേക്കിലാണ് വരുന്നത്? അത് എത്രമാത്രം ടേക്കുകൾ എടുക്കുന്ന അത്രയും നമ്മൾ അവർ അങ്ങോട്ട് എത്തിക്കുകയാണല്ലോ. ചിലപ്പോൾ ആദ്യത്തെ 2-3 ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ട്രാക്കിലാകാൻ കുറച്ച് താമസം കാണും. പിന്നെ എല്ലാവർക്കും ഒരു മീറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലായിരിക്കും എല്ലാവരും ഓടുന്നത്. ഇവരുടെ മീറ്റർ പിടിക്കാൻ പാടുണ്ടായിരുന്നു ആദ്യം, കാരണം ഒരു വേറൊരു മാധ്യമത്തിൽ. എനിക്ക് നമ്മളിവർ കാണുമ്പോൾ ഗുരുവായൂരിൽ വരുമ്പം തന്നെ ഇവരായിട്ടൊക്കെ നമ്മൾ കുറച്ച് സിങ്ക് ആണ്. എന്നിട്ട് ഇവരെ കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ മാത്രമായിരിക്കും നമ്മൾ ഇച്ചിരി സമയം എടുത്തത്, പിന്നെ ബാക്കിയൊക്കെ ഇവരോട്ട് ഡിസ്കസ് ഒക്കെ ചെയ്ത് ഇതിങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക, ഒരു റിഹേഴ്സലൊക്കെ ചെയ്തിട്ടെങ്കിലും ഷോർട്ട്. അപ്പം ഒരുപാട് ടേക്കൊന്നും ആരും എടുത്തിട്ടില്ല. എനിക്കൊന്ന് ഫസ്റ്റ് ഡേ ആണ് നമ്മൾ കുറച്ച് സമയം എടുത്തത്. ഗുരുവായൂർ ചെയ്ത ഫസ്റ്റ് ഡേ നമ്മൾ എല്ലാവരും അന്ന് ഫസ്റ്റ് ഡേ ആണ് പ്ലാൻ ചെയ്ത് ഭയങ്കരമായിട്ട്. ഫസ്റ്റ് ഡേ പൂജ കഴിഞ്ഞ് നേരെ വരുവാണ്. പൂജ കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർമാരെല്ലാവരും ഒരു ജനം, ഞങ്ങളാണ് ഫസ്റ്റ് ഷൂട്ട്, ഞാനും സാഫോട് ഇങ്ങനെ നിന്ന് വിറയ്ക്കുക, എന്നിട്ട് ഞങ്ങൾ നിൽക്കുക. അപ്പം വിപിൻ ചേട്ടൻ വന്നിച്ച് അടുത്ത് വന്നിച്ച് പറയാം, എടാ അത്ര ശരീരം അനക്കണ്ട, നമ്മളെ ഭയങ്കര അടിപൊളിയാക്കി, അല്ലാതെ അത്ര മാനിക്കുന്ന നോക്കാതെ 2 ദിവസമായപ്പോഴത്തേന് സെറ്റ്, ഇതാണ് നിന്റെ മീറ്റർ, നിന്റെ സാഫ്, ഇതാണ് നിന്റെ മീറ്റർ, എല്ലാവരും സെറ്റ് ചെയ്യും. ജോമന്റെ വീഡിയോ ഇന്നലെ കണ്ടായിരുന്നു, മറ്റേ ഞാനിന്ന് പെടുത്തോട്ടെന്ന് പറയണേ, തോളത്ത് കൈ വെച്ചിട്ട്. എപ്പോഴും റീലിൽ സ്ഥിരമായിട്ട് വരുന്ന റീലാണ്. എത്രമാത്രം എൻജോയ് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ റീൽ? അതോ അദ്ദേഹം പറഞ്ഞ പോലെ സിനിമയിലേക്കുള്ള ഒരു കുറുക്കുവഴിയായിട്ടാണ് ചെയ്തു തുടങ്ങി? സിനിമയിലോട്ടുള്ള കുറുക്കുവഴിയായിരുന്നില്ല. ലോക്ക്ഡൗൺ സമയത്ത് വേറെ ഒരു വഴിയില്ല, എന്ത് ചെയ്യും? അതായത് ചാൻസ് ഒക്കെ ചോദിച്ചു വാ കഴിച്ച്. ഇദ്ദേഹം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ലോക്ക്ഡൌൺ താരങ്ങളാണ്, ലോക്ക്ഡൌൺ സ്റ്റാർസ്. ഇവർ അങ്ങനെ ലോക്ക്ഡൌൺ സ്റ്റാർസ് അല്ല, ഈ ലോക്ക്ഡൌണിലാണ് ഞാനും തിരിച്ചു വന്നത്. ലോക്ക്ഡൌണിന് ശേഷമാണ് അന്താക്ഷരി വന്നത്. അപ്പോൾ ആ ലോക്ക്ഡൌണിൽ ഇരുന്ന് എഴുതിയ സിനിമയാണ് അന്താക്ഷരി. അതെ, ശരി. ലോക്ക്ഡൌൺ ആണ് എൻ്റെ ഇൻസ്പിറേഷൻ. ലോക്ക്ഡൌൺ കൊണ്ട് രക്ഷപ്പെട്ടത് മാത്രമേ ലോക്ക്ഡൌൺ കൊണ്ട് രക്ഷപ്പെട്ട സബ്ബറിൻസ് നമ്മളൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതില് കുറച്ച് പേര് ജോമോൻസ്, അമിത് എല്ലാം ജോലിക്ക് പോടാന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന ആൾക്കാർ എങ്ങും ജോലിയില്ല, എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പൊ വീട്ടുകാരുടെ ചോദിക്കാനില്ല, അങ്ങനെ വന്നവരെല്ലാരും. ജോമനെ
ഇപ്പോൾ ജോമൻ്റെ എക്സ്പീരിയൻസിലേക്ക് അതാണ് ബ്രോ, നമ്മൾ സിനിമയിൽ കയറാനുള്ള ഒരു കുറുക്ക് വഴി അതാണ് കണ്ടന്റ് ക്രിയേഷൻ പരിപാടികളൊക്കെ. ഇപ്പം ഞാൻ സബ് ഒറിജിനൽസിൽ പോയപ്പോഴത്തേക്ക് അന്ന് വിഞ്ചേനെ കണ്ടിട്ടുണ്ടായിരുന്നു. സബർജില്ലോ സബർജില്ലല്ലേ, സബ് ഒറിജിനൽസ് യൂട്യൂബ് ചാനലുണ്ടായിരുന്നു നമ്മൾ ചെയ്ത്. ഒരു ചാനലുണ്ട് യൂട്യൂബിൽ, അതിലാണ് വർക്ക് ചെയ്തത്. ഒരു ചാനലാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങളതിലുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത്. എല്ലാവരും ഉണ്ട് അതിനകത്ത്. അപ്പം നിതീഷ് എന്നുള്ള ഫാമിലി ഡയറക്ടർ, ഞാൻ, അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പിലാണ്. അപ്പം അതിൽ ജോമോൻ, അമിത് ഒക്കെ വന്ന് അഭിനയിക്കുന്നുണ്ട്, അനുരാജ്, അതിനകത്ത് ആനന്ദുണ്ട്, സന്ദീപ് ഉണ്ട്. അപ്പം അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്നാണ് സിനിമകളൊക്കെ ഉണ്ടായി തുടങ്ങുന്നത് ആദ്യമായിട്ട്. ജോമൻ, ഈ സിനിമയുടെ വളർച്ചയിൽ എപ്പോഴൊരു കൂട്ടം കൂടെ വേണമെന്നുണ്ടോ? ഇപ്പം ഇതിലും ഇപ്പം ഗുരുവായൂർ അമ്പലനടയിലും വാഴയിലും ഇപ്പം എനിക്ക് ഭയങ്കര സേഫ് സോണായിരുന്നേ. കാരണം സമാധാനപരമായിട്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റും. ഇപ്പം ഒരു സീൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു 2-3 തവണ വിപിചേട്ടൻ ഉൾപ്പെടെ വന്ന് നിന്നിട്ട് പ്ലേ ചെയ്ത് നോക്കും. അതല്ലാതെ സിനിമകളും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അവനവൻ്റെ ഡയലോഗുകൾ വന്ന് പഠിച്ചിട്ട് വന്ന് ഫ്രെയിമിൽ വന്നിരിക്കും ആ ചെയ് എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതെന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ രണ്ട് ചോദിക്കാൻ വരികയായിരുന്നു. വിഞ്ചേൻ്റെ കൂടെ വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് സമാധാനമായിട്ട് പരിപാടികൾ ചെയ്യാൻ പറ്റും. കൂടുതൽ പരിപാടികൾ കൂടുതൽ ഗംഭീരമാക്കി പുള്ളി സെറ്റ് ചെയ്ത് തരുകയും ചെയ്യും. അപ്പം ഇനി തെളിയിക്കേണ്ടത് മറ്റൊരു ഡയറക്ടേഴ്സിൻ്റെ കൂടെ ആകുമ്പോഴാണ് ഞാൻ എന്താണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവത്തുള്ളൂ. വേറൊരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പറയാനുള്ളതും കൂടെ കേൾക്കാനുള്ളൊരു, ഇപ്പം ഞാനൊരു പരിപാടി പറയുമ്പോഴത്തേക്ക് പുള്ളി പറയും ബ്രോ അത് വേണ്ട, വേറെ ഒന്നും വേണ്ട ബ്രോ, ഒന്നും ചെയ്യണ്ട ബ്രോ, ഒന്ന് അവിടെ നിന്നാൽ മതി എന്ന് പറയും. ഒരു ഡയറക്ടറും ഒരു ആർട്ടിസ്റ്റും തമ്മിലുള്ള ഒരു ബോണ്ടില്ലേ, ഒരു ബോണ്ടും ഒരു കെമിസ്ട്രി ഇല്ല. അത് വർക്കൗട്ട് ആയാലേ എനിക്ക് തോന്നുന്ന ക്യാരക്ടർ കൂടുതൽ ഗംഭീരമാവുള്ളൂ എന്ന് തോന്നുന്നു. അത് വാഴ എത്രത്തോളം നിങ്ങൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്? വാഴ എന്നെ ഒരുപാട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം മുമ്പ് നിന്ന പോലെയല്ല, ഇപ്പം കുറേ മാറ്റമുണ്ട്. ഞാൻ ആഗ്രഹിച്ച പോലുള്ള ആ ഒരു ലൈഫിലോട്ട് പടി വെച്ച് കയറി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആളുകൾ തിരിച്ചറിയുന്നു. സെൽഫി എടുക്കും. എൻജോയ് ചെയ്യുന്നത് തിരിച്ചറിയുന്നതും സെൽഫി എടുക്കുന്നതും എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നില്ല. എനിക്ക് എപ്പോഴും എൻ്റെ ഫേസ് ഫോണിൽ നിന്ന് സംസാരിക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കറങ്ങാനാണ് താല്പര്യം. എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്? ഒരു 10-70 വീഡിയോസോളം ചെയ്തിട്ടുണ്ട്. എനിക്ക് 60K ആയപ്പോഴത്തേക്ക് ഞാൻ നിർത്തി. അപ്പം എനിക്ക് പടം വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അതിലോട്ട് പോയി. സോഷ്യൽ മീഡിയ ചെറുപ്പക്കാരെ മലയാള സിനിമയിലേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുക. എന്താണ് അതിൻ്റെ ഉത്തരവാദിത്വം? ഇവരോടുള്ള ഉത്തരവാദിത്വം എന്താ? അല്ല, ഞാൻ ഇറക്കില്ലെങ്കിൽ ഇവരിറങ്ങും. ഇത് എൻ്റെ ആവശ്യമാണ്. ഇവരൊന്നും ഞാൻ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരൊക്കെ ഓൾറെഡി ടാലൻ്റാണ്. ഈ പറഞ്ഞ എല്ലാ ഡയറക്ടർക്കും 18+ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോമോൻ രോമാഞ്ച് ജിത്തുമാധവൻ്റെ കൂടെ ചെയ്തു, സിജു രോമാൻ. അപ്പം ഞാനല്ല അതൊന്നും ഇറക്കുന്നത്. ഞങ്ങളില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവരെ കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഇവരിന്നെ സ്വന്തമായിട്ട് സിനിമ പിടിച്ച് വരും. വഴി വെട്ടിത്തെളിച്ച് അവർ വരും. നമ്മളായിട്ട് ആരെയും കൊണ്ടുവരേണ്ടതായിരുന്നില്ല. നമ്മളാരുടെയും ഗോഡ് ഫാദറോ അല്ലെങ്കിൽ പൊതുവെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സീരിയലുള്ളവർ സിനിമ അധികം കാസ്റ്റ് ചെയ്യാറില്ല. സീരിയൽ ആളുകൾ അധികം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സീരിയലുള്ള നായകനും നായിക ഒരു സീരിയൽ തന്നെ ആയിരിക്കും. ഒരു 10 വർഷം 15 വർഷം ആകെ വന്നത് അനൂപ് മേനോനെ പോലെ അല്ലെങ്കിൽ ആശാ ശരത്തിനെ പോലെ കുറച്ച് പേരേ ഉള്ളൂ. സംവിധായകനോടാ തിരക്കഥാകൃത്തിനോട് ചോദ്യം. ഇപ്പം യൂട്യൂബിൽ ഇവരുടെ ഓഡിയൻസ് നമുക്ക് തിയേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഉറപ്പായിട്ടും പറ്റും. അത് വാഴയുടെ ഫസ്റ്റ് ഡേ ഓപ്പണിങ് നമ്മൾ കണ്ടല്ലേ. ഞാൻ വിചാരിച്ച് ഈ യൂട്യൂബിലെ കമൻസ് കാണുമ്പോൾ ഇത് കമൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതെല്ലാം PR വർക്കാണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവരെന്നെ ഇനി ഇവന്മാരിൽ കമൻറ്റ് ചെയ്യുന്നവരൊന്ന് ഇവർക്കെല്ലാം ഒരു 1000 പേജ് ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതെല്ലാം അതിൻ്റെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കൺവേർട്ട് ആയി ഫസ്റ്റ് ഡേ ഓപ്പണിങ്. എനിക്കൊന്നൊരു അത്യാവശ്യം ഒരു Tier 2 ആക്ടറിൻ്റെ ഓപ്പണിംഗ് ആണ് നമുക്ക് വാഴയ്ക്ക് കിട്ടിയത്. അതിപ്പോഴും ഭയങ്കര വലിയ ഓപ്പണിംഗ് ആയിട്ട് ഞാൻ കാണുന്നു. അപ്പം അതിവർക്കുള്ള ഇതാണ്. അവർക്ക് അടുത്ത പടങ്ങൾ വിളിക്കുന്നതും ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ ഡയറക്ടേഴ്സൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ കേപ്പബിലിറ്റി ഉണ്ട്. യൂട്യൂബിൽ നിന്ന് ക്രൗഡ് പുൾ ചെയ്യാൻ പറ്റും അവർക്ക്. ഇപ്പം നിങ്ങളുടേതായ പ്രേക്ഷകർ നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾ അവരോട് നേരിട്ട് സംവദിക്കാറുണ്ടായിരിക്കുമല്ലേ? നിങ്ങളുടെ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ നിങ്ങൾ സംസാരിക്കാറൊക്കെ ഉണ്ട്? സംസാരിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് അനുഭവം, അവർ തിയേറ്ററിൽ പോയ റെസ്പോൺസ് അതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കിട്ടും? എല്ലാവരും മെസ്സേജ് അയച്ചിട്ട് പറയാറുണ്ട് നല്ല രസമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഇത് ബേസിക്കലി പുതിയൊരു അനുഭവമാണല്ലോ. നേരത്തെ ഒരു തലമുറയ്ക്ക് അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. അവർ വന്ന് ഓഡിഷൻ ചെയ്ത് സിനിമയിൽ അഭിനയിച്ച് തിയേറ്ററിൽ പോകുമ്പോൾ കാണുന്നു. ഇവർക്ക് ഓൾറെഡി ഇവരുടെ ഫാൻസ് ഉണ്ട്. അതിന് അവർ നമ്മൾ റീൽസിൽ കാണുന്ന പോലെ അല്ല സിനിമയിൽ കാണുന്നത്. അതിൻ്റെ ഒരു ഡിഫറൻസ് എല്ലാവരും എടുത്തു പറയും. നമ്മൾ റീൽസിൽ ചെയ്യണ പോലെ അല്ല, കുറച്ചും കൂടെ രസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. ക്യാരക്ടർ ആവുന്ന പരിപാടിയൊക്കെ എങ്ങനെയാണ് പിടിച്ചേക്കണേ? കുറച്ചുകൂടെ രസമുണ്ട് ഇത്. റീൽസ് രസമില്ല. അങ്ങനെയല്ല. ഇപ്പോൾ തൊട്ട് മുമ്പ് ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡാണ്. റീൽസിൽ ചെയ്യണത് സിനിമയിൽ ചെയ്യണത് ഭയങ്കര ഡിഫറൻറ്റ്. അപ്പോൾ നമ്മൾ റീൽസ് ചെയ്ത് കഴിഞ്ഞാൽ ആരും അങ്ങനെ ഇഷ്ടപ്പെടും, ലൈക്കും കമൻറ്റ് ചെയ്യുക, അവിടെ തീർന്നത്. സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ആ ക്യാരക്ടർ ഓർത്ത് വെക്കുകയും ചെയ്യും, ആ ക്യാരക്ടറിനെ എടുത്ത് പറയും. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അല്ല, സിനിമയുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പണ്ട് നാടകങ്ങളിൽ ആളുകൾ ഭയങ്കര പോപ്പുലറായ നടന്മാരാണ് സിനിമയിൽ നടന്മാരായിട്ട് വന്നിട്ടുണ്ട്. പണ്ട് തിക്കുറിശിന്നോ അല്ലെങ്കിൽ പറയുന്ന എല്ലാവരും മാതൃഭാസി എന്നൊക്കെ പറഞ്ഞ എല്ലാവരും വന്നത്
കൊട്ടാരക്കര എന്ന് പറഞ്ഞ ആക്ടേഴ്സൊക്കെ വന്ന് നാടകത്തിൽ നിന്ന്. അത് അന്നത്തെ പോപ്പുലർ മീഡിയ മീഡിയ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ദൂരദർശൻ വന്നപ്പോൾ അതിൽ നിന്ന് വന്നാണ് മനോജ് വിജയനും ബിജു മേനോൻ പോലുള്ള ആൾക്കാർ. അതിൽ മിമിക്രി വന്നു, ദിലീപ് ഇപ്പോൾ ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളെല്ലാം അതിൽ നിന്ന് വന്നു, ജയസൂര്യ ഉൾപ്പെടെ എല്ലാവരും വന്നു. അപ്പോൾ ഓരോ കാലത്തും ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഓരോ മീഡിയം ഉണ്ടാവും. ആ മീഡിയത്തിൽ നിന്ന് ആൾക്കാർ വരും. ഇന്നത്തെ മീഡിയം സോഷ്യൽ മീഡിയ ആണല്ലോ, നാളെ വേറൊരു സാധനം വരുമായിരിക്കും. അപ്പോൾ അതൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം ആളുകൾ വരുന്നു എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ ഭയങ്കര അങ്ങനെയല്ല, ഇത് പണ്ടേ ഉണ്ട്. അതെ അതെ തീർച്ചയായും. ഈ താടി പഠിച്ചും ചെറുപ്പമായി +2 കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പോയല്ലോ, എത്രമാത്രം നമുക്കൊരു പ്രായമുണ്ടല്ലോ, ആ വീണ്ടും ഒരു 15 വർഷവും അങ്ങനെ 19 വയസ്സൊന്നുമില്ല. ഇല്ല, 10 വർഷം പുറകോട്ട് പോയി കുട്ടിക്ക്. ഇല്ല നമ്മുടെ അമിതേട്ടൻ പറ. ഇല്ല നമ്മുടെ ശരീരം നോർമലി അതിനെ ഒത്തിരി സപ്പോർട്ട് സപ്പോർട്ട് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ അതിന് വേണ്ടുന്ന നമ്മളെ ഗൈഡ് ചെയ്യാൻ ആളുകളുണ്ടല്ലോ. അവർ കാര്യങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ആദ്യത്തെ 3-4 ദിവസമൊക്കെ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയിക്കും. പക്ഷെ നമുക്ക് ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവർ പറഞ്ഞ് നമ്മൾ ആ മീറ്ററിലാക്കിയിട്ട് പറഞ്ഞു തരും. ചിലത് നമ്മൾ കയ്യിൽ നിന്നിരുന്നത് തെറ്റിപ്പോയാലും അവർ പറയും, അത് പറയേണ്ട ആവശ്യമില്ല, ആ ക്യാരക്ടർ അങ്ങനെ സംസാരിക്കണം, കറക്റ്റ് ഗൈഡ് ചെയ്ത് തരുന്നത് അതൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ശരീരം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ എല്ലാവരും ഡയറ്റും പ്രോപ്പർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പരിപാടികളുണ്ടായിരുന്നു. ഭക്ഷണം കട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ബ്രോ, ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നല്ല ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ഒരു 12 മണി കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും. രാവിലെ തൊട്ട് 12 മണി വരെ ഡയറ്റ് എടുക്കും. അത് ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, അതാണ് രാവിലെ തൊട്ട് രാത്രി വരെ എടുക്കും ഡയറ്റ്. 12 മണി കഴിയുമ്പോഴത്തേക്ക് വിശക്കും. നിങ്ങൾക്കൊരു ന്യൂട്രീഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോ? അല്ലല്ല, ഞാൻ ഷുഗർ കട്ട് മാത്രം ചെയ്യുമായിരുന്നു. ചായ ഷുഗറുള്ള എല്ലാ പാനീയങ്ങളും 12 മണിയാകുമ്പം ഉറങ്ങും. ഈ സാഫ് ബോയ് എന്നെ വന്ന് വിളിച്ച് ഉണർത്തും. എനിക്ക് 12 മണി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിശപ്പാ. ആനനെ കിട്ടിയാൽ ഞാൻ കഴിക്കും. അപ്പം പിന്നെ നമ്മളെല്ലാവരും കൂടെ വാങ്ങിച്ച് കഴിക്കും. 3 പേരും കൂടെ ഒരു ഫ്രൈഡ് റൈസ് മേടിച്ച് 3 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും. അല്ല 3 എണ്ണം ഞാൻ കഴിച്ചിട്ടില്ല. യൂണിഫോം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോളിടെക്നിക് യൂണിഫോം. ഞാനൊരു പോളി സ്റ്റുഡൻ്റ് ആണ്. അപ്പം എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഈ പോളിയുടെ കഥയാണോ? അത് ആക്ച്വലി യൂണിഫോമിന് അങ്ങനെ പ്രത്യേക ടോണൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ഈ സിനിമ ചെയ്യാൻ ആദ്യം ഇരുന്നൊരു ക്യാമറമാനുണ്ട്. പുള്ളിക്കാരനാണ് ആദ്യം ഭയങ്കര പച്ച വാഴ, പിന്നെ കുറച്ച് പഴുത്ത വാഴ, കുറച്ച് മെറൂൺ കളർ, അങ്ങനെ ആ ഒരു ഐഡിയ ഉണ്ട് ആ പുള്ളിക്കാരൻ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഭയങ്കര ഗ്രീനായിട്ടുള്ള വാഴ, ചെറുതായിരിക്കും കുറച്ച് ഗ്രീൻ ആയിരിക്കുമല്ലോ, പിന്നെ കുറച്ച് ബ്രൗൺ കളർ ഇട്ടു, അങ്ങനെ ആ ഒരു മൂഡിലാണ് യൂണിഫോം വന്നിരിക്കുന്നത്. ഈ ഷർട്ട് നമ്മുടെയൊക്കെ ഞാൻ പോളിടെക്നിക്കാണ് പഠിച്ചത്. നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഈ ക്ലാസ്സിലിരുന്നിട്ട് ഷർട്ട് ഊരി പുറത്തേക്ക് കൊടുക്കും. കാരണം ഒരുപാട് സാധാരണ കുട്ടികളാണ് ആ ഷർട്ട് ഇട്ടുകൊണ്ടാണ് അടുത്തവൻ കയറാൻ. അതുപോലെ കോപ്പി അടിച്ച പരിപാടികൾക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞു. നമ്മുടെ അനുഭവത്തിൽ കോപ്പി അടിച്ച് ടീച്ചർ പിടിച്ചിട്ട് ടീച്ചർ ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, നിനക്ക് സബ്ജക്റ്റ് അറിയാമോ, എന്ത് സബ്ജക്റ്റ് എഴുതണമെന്ന് അറിയാമെന്നുള്ള ചോദ്യം വരെ വന്നിട്ടുണ്ട്. കോപ്പി അടി പരിപാടിയൊക്കെ സിനിമയിൽ ഉണ്ടായിരിക്കും. ഞാൻ സിനിമ കണ്ടില്ല കേട്ടോ, സിനിമയിൽ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് സംവിധായകൻ നിങ്ങളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? അല്ല, ഇത് വളരെ കോമൺ ഫാക്ടർ അല്ലേ, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാവരും കോപ്പി ബേസിക്കലി ഒരു വാഴൈസ് ഇവരിൽ ഉള്ളതുകൊണ്ട് എളുപ്പമായിരിക്കും. ഏതൊരു മനുഷ്യനും ഒരു കാലഘട്ടത്തിൽ കോപ്പി അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക എക്സാം ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കാതെ അടി മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ. പക്ഷെ ഞാൻ ഇതുവരെ കോപ്പി അടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ബിറ്റ് വെച്ചിട്ടില്ല. എല്ലാം തോന്നും. പഠിപ്പിച്ചല്ല, അല്ലല്ല പഠിപ്പിച്ചല്ല, കൊടയൊന്നുമില്ല, സൈക്കിളല്ലോ. അപ്പൊ എനിക്ക് പഠിച്ചിട്ടുമില്ല, എന്നാ കോപ്പി അടിച്ചിട്ടില്ല, ബിറ്റ് വെച്ചിട്ടില്ല. ബിറ്റ് അടിച്ചിട്ടില്ല, എനിക്ക് അതിനുള്ള ധൈര്യം വന്നിട്ടില്ല, എന്തോ അറിയില്ല. പക്ഷെ അത് മോശമല്ലേ ആ മൂഡ്. ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്, കോപ്പി എഴുതാനുള്ള ടൈം ഉണ്ട്. ഞാൻ എന്നാ വേറെ ആൾക്ക് എഴുതാനേ കൊടുത്തിട്ടുണ്ട് പേപ്പർ, പക്ഷെ ഞാൻ ഒരാൾ മേടിച്ചിട്ടില്ല. നിങ്ങൾ പേപ്പർ പാസ് ചെയ്ത് കൊടുത്തു? ആ ധൈര്യം ഉണ്ടല്ലോ, അപ്പോൾ വിറയ്ക്കൂലേ? ഒന്നും അറിഞ്ഞൂടാ നിങ്ങളുടെ അടിച്ചു പറ്റിയിട്ടുള്ളത്. അല്ല, ഇങ്ങനെ നല്ല ഒബ്സർവർ ആയിരുന്നു. ഇങ്ങനെ ഇത് കണ്ട് എല്ലാവരും ഇങ്ങനോട് ചോദിച്ച് പ്രേമിച്ചോണ്ടെന്ന് വെച്ചപ്പോൾ ഇല്ലാന്ന് പറയും. അല്ല, ആരും പറഞ്ഞു എപ്പോഴും ഉണ്ട്, അതെത്ര ഉണ്ട്. സ്കെയിലും പെൻസിലായിട്ട് വരയിടുന്ന പരിപാടി അല്ലായിരുന്നു? അല്ല, ഞാൻ പഠിപ്പിച്ചല്ലായിരുന്നു, അതുകൊണ്ട് എനിക്കത് കിട്ടില്ല. ഞാനൊരു പഠിപ്പിസ്റ്റൊന്നും അല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ. പക്ഷെ പഠിപ്പിച്ചല്ല കോപ്പി അടിച്ചിട്ടില്ല. എല്ലാവർക്കും വേണമെന്ന് നിർബന്ധമില്ലല്ലോ. ഈ ടീച്ചർമാർക്ക് ആർക്കും ലെവൽ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അധ്യാപകർക്ക് ടീച്ചർമാർക്ക് ലെവൽ ലെറ്റർ കൊടുത്ത? ടീച്ചർമാർക്ക് ലവ് ലെറ്റർ കൊടുത്തിട്ടില്ല. ടീച്ചർമാർക്ക് ഇഷ്ടമൊക്കെ ലവ് ലെറ്റർ ഒന്നും കൊടുത്തില്ല. ചില ടീച്ചർമാരെ കാണുമ്പോൾ ഇഷ്ടം, കോളേജിലൊക്കെ പോകുമ്പോൾ പുതിയ മറ്റേ ചെറിയ ടീച്ചർമാർ വരുമല്ലോ, 6 മാസത്തേക്ക് ഒരുപാട്. പണ്ട് ഗവൺമെന്റ് സ്കൂളിൽ മറ്റേ പഠിപ്പിക്കാൻ ഈ പഠിപ്പിച്ച ടീച്ചർമാർ വരുന്നത്, പഠിച്ചോണ്ടിരിക്കുന്ന ടീച്ചർമാർ വരുമല്ലോ, മറ്റേ ഇലയൊക്കെ ബ്രഷിന്റെ പരിപാടി. അപ്പൊ ഒരു ഇഷ്ടം തോന്നുമല്ലോ? ഇഷ്ടം തോന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടൊന്നുമില്ല, നമുക്ക് തോന്നുന്നു മനസ്സിലാണ്. അത് പറഞ്ഞത് വേറെ പരിപാടിയായി പോകും. ഇവിടെ എന്താ അനുഭവമുണ്ട്? പറഞ്ഞു. അല്ല, ഇപ്പൊ ഒരാളുടെ ഇഷ്ടം തോന്നി ഇപ്പൊ അങ്ങനെ ക്രൈറ്റീരിയ ഒന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. അവർക്ക് ഇഷ്ടം തോന്നെങ്കിൽ ഇഷ്ടം തോന്നി, അവർക്ക് നമ്മൾക്ക് ഇഷ്ടം തോന്നെങ്കിൽ അവർക്ക് ഇഷ്ടം തോന്നി, അത്രേ ഉള്ളൂ, സിമ്പിളി. ഈ നേരത്തെ പറഞ്ഞല്ലോ ഫാദറിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ. പ്രവാസിയായിരുന്നു തോന്നുന്നു. ഇപ്പം ഒരു പ്രവാസം രണ്ടും ജോലി ചെയ്തിരുന്നല്ലോ സൗദി. ഓ, അത് ചെയ്തിരുന്നു. എന്തായിട്ടായിരുന്നു? പപ്പയുടെ ആണോ അതോ? അല്ല, നിങ്ങൾ ഞാൻ ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ സൗദിയിലായിരുന്നു. ഉം. സൗദിയിലായിരുന്നു. തിരിച്ച് യു എയിലേക്ക് വരുമ്പോൾ ഒരു പ്രവാസം കാണുമ്പോൾ എന്താണ്? അല്ല, ഞാൻ അന്ന് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്നു പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ പാസ്പോർട്ട് മടക്കി വെച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും ഞാൻ ഈ പാസ്പോർട്ട് തുറക്കുന്നുണ്ടെങ്കിൽ പടത്തിന് വേണ്ടിയിട്ടേ തുറക്കത്തുള്ളൂ. പക്ഷേ അത് രോമാഞ്ച സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ ഗൾഫിൽ വരുമെന്ന്. പക്ഷേ രോമാഞ്ച സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ആ പാസ്പോർട്ടിൽ ഇന്നലെ സീൽ അടിച്ചപ്പം ഞാൻ കുറെ വർഷങ്ങൾ ബാക്കിലോട്ട് പോയി. ഡയലോഗായിട്ട് പറഞ്ഞേ. ഡയലോഗായിട്ട് അന്ന് ഞാൻ മടക്കി വെച്ചപ്പോഴേ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ പാസ്പോർട്ട് തുറക്കുന്നെങ്കിൽ അത് പടത്തിന് വേണ്ടിയിട്ടായിരിക്കും, സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് സാധിച്ചു. ഒരുപാട് പേരുടെ ഇൻസ്പിറേഷൻ കഥയാണ് പറഞ്ഞത്. ഇനിയും വിപിൻ്റെ കൈകളിൽ നല്ല നല്ല കഥകൾ വിരിയട്ടെ, നല്ല നല്ല സിനിമകൾ പൂക്കട്ടെ, ഇനിയും പുതിയ പുതിയ താരങ്ങളെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരട്ടെ. ഒരു കാര്യം കൂടെ, ഇത്ര ഇന്റർവ്യൂ ഒക്കെ എടുത്തോണ്ടങ്ങ് പറയാം, പോയി പടം കാണും. ഞങ്ങള് കടലും കടന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് നിങ്ങൾ പടം കാണുക. വാഴയായിട്ട് ജീവിച്ചാൽ മാത്രം ഉറപ്പായിട്ടും എല്ലാവർക്കും ഓക്കെ, താങ്ക് യു സോ മച്ച്.